STD 5 ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം വടക്കുനോക്കി യന്ത്രം. ഭൂപടത്തിലെ ദിശകൾ. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗം ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? വടക്ക്. ഭൂപടത്തിന്റെ ചുവട് ഭാഗം സൂചിപ്പിക്കുന്ന ദിശ തെക്ക്. ഭൂപടത്തിന്റെ വലതുഭാഗം സൂചിപ്പിക്കുന്ന ദിശ പടിഞ്ഞാറ്. ഭൂപടത്തിന്റെ ഇടതുഭാഗം സൂചിപ്പിക്കുന്ന ദിശ കിഴക്ക്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് ഉത്തര അർദ്ധഗോളം അഥവാ വടക്ക് അർദ്ധഗോളം. ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് തെക്ക് അർദ്ധഗോളം അല്ലെങ്കിൽ ദക്ഷിണ അർദ്ധഗോളം. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിൽ ഉള്ള രേഖകൾ അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായ രേഖകൾ രേഖാംശ രേഖകൾ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. മറ്റു സംസ്ഥാനങ്ങളുമായോ കടലുമായോ അതിർത്തിയില്ലാത്ത ജില്ല കോട്ടയം. കേരളത്തിലെ ഒരേ ഒരു ലാൻഡ് ലോക്ക്ഡ് ജില്ല കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി അഥവാ ഭൂപടശാസ്ത്രം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ നൃത്തകല കഥക്. ദേശീയ ചിഹ്നമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തർപ്രദേശിലെ സാരാനാഥ്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടകം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 4 പായ്ക്കപ്പലുകളിലായി വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് തിരിച്ചത് ഏത് തുറമുഖത്ത് നിന്നാണ്? പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് സന്ദർശിച്ച പ്രധാന തുറമുഖം മലിന്തി തുറമുഖം. വാസ്കോഡ ഗാമ കാപ്പാട് എത്തിയതെന്ന് 1498 മെയ് 20. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് എത്താൻ സഹായിച്ച കാറ്റ് മൺസൂൺ കാറ്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രി. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര സമയരേഖ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ.